എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെറ്റ് സെറ്റ് ബേബി, റോന്ത്, നരിവേട്ട തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് തഗ് ലൈഫ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഡിസാസ്റ്ററായ മൂവിയാണ് തഗ് ലൈഫ്. കമൽഹാസൻ, ജോർജ് തുടങ്ങി ഒരുപാട് പേര് തഗ് ലൈഫിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ പരാജയപ്പെട്ടു. തഗ് ലൈഫിൻ്റെ ലീക്ക്ഡ് പ്രിന്റ് നേരത്തെ വന്നതാണ്. ഇപ്പോഴിതാ ജൂലൈ 4 ഒഫീഷ്യൽ OTT വരികയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് തഗ് ലൈഫ് റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗുഡ് വൈഫ് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. പ്രിയാമണിയാണ് ഈ സീരീസിലെ നായിക. ഇതൊരു തമിഴ് സീരീസാണ്. ജൂലൈ 5 ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഗുഡ് വൈഫ് സീരീസ് വരാൻ പോകുന്നത്. മലയാളം അടക്കം എല്ലാ ലാംഗ്വേജിലും സീരീസ് വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെടുത്തുകൊണ്ട് തന്നെ OTT വാങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല. കേരളത്തിൽ നടന്ന ഒരു റിയൽ സംഭവമാണ് തങ്കമണിയിൽ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ OTTയിൽ ഉടനെ തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂലൈ മാസം സെക്കൻഡ് വീക്കോടുകൂടി തങ്കമണി ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു കർണ നെപ്പോളിയൻ ഭഗത് സിംഗ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചത്. പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സിനിമയെ സ്വീകരിച്ചു. പക്ഷേ ഈ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂലൈ മാസം സെക്കൻഡ് വീക്കിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. എവറേജ് അഭിപ്രായമാണ് എന്ന് സ്വന്തം പുണ്യാളൻ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ ഇവരാണ് എന്ന് സ്വന്തം പുണ്യാളനിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 10 മുന്നേ ജിയോ ഹോട്ട്സ്റ്റാറിൽ പുണ്യാള സിനിമ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അൾട്രാ ഫ്ലോപ്പായ സിനിമയാണ് നടികർ. ഇറക്കിയ പൈസ പോലും സിനിമയ്ക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്കും ഫ്ലോപ്പായി. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. ഇപ്പോഴിതാ നടികർ സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ജൂലൈ മാസം 3rd വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട് ഇപ്പോൾ കാണാനുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 ഇറങ്ങിയ സിനിമയായിരുന്നു രാമചന്ദ്ര. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമ നേടിയെടുത്തത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് രാമചന്ദ്ര റിലീസാകാൻ പോകുന്നത്. ആമസോൺ പ്രൈം രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂലൈ മാസം 14 മുന്നേ രാമചന്ദ്ര ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു സർക്കിറ്റ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നല്ല അഭിപ്രായം സർക്കിറ്റ് നേടിയെടുത്തെങ്കിലും ഒരു വിജയിക്കാനുള്ള സിനിമ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ചെറിയ കഥയായിരുന്നു സർക്കിറ്റിൽ പറഞ്ഞു പോയത്. ഇപ്പോഴിതാ സർക്കിറ്റ് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജൂലൈ 5 സർക്കിറ്റ് റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമുകുന്ദൻ നായകവേഷത്തിലുള്ള സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. നിഖില വിമലാണ് നായിക. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ റിലീസാക്കിയിട്ടില്ല. സർപ്രൈസ് ആയിട്ട് ഗെറ്റ് സെറ്റ് ബേബി വരുമെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ആരാധകർ കാത്തിരുന്ന് മടുത്തു. ഇപ്പോഴിതാ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോവുകയാണ്. മനോരമ മാക്സിൽ ജൂൺ മാസം 10 മുന്നേ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് റിലീസിന് മുന്നേ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. റോന്ത് സിനിമയുടെ ട്രെയിലറിന് മില്യൺസ് ഓഫ് വ്യൂസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. റോഷൻ മാത്യു, ദിലീഷ് പോത്തനാണ് റോന്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. രണ്ടുപേരും പോലീസായിട്ടാണ് റോന്തിൽ വന്നിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു. എവറേജ് അഭിപ്രായമാണ് റോന്ത് സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. റോന്ത് സിനിമ ജൂലൈ മാസം സെക്കൻഡ് വീക്കിൽ OTT റിലീസ് ചെയ്തേക്കും. അവസാനത്തെ അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടോവിനോ തോമസ്
തോമസ് നായകനായ സിനിമയായിരുന്നു നരിവേട്ട. നല്ല അഭിപ്രായം തന്നെയാണ് നരിവേട്ട തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ മനോരമ മാക്സും. ആദിവാസികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. സുരാജും ടോവിനോയും പോലീസ് വേഷത്തിലാണ് സിനിമയിൽ വരുന്നത്. ഈ പോയിത നരിവേട്ട സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. ജൂലൈ മാസം 10 മുന്നേ നരിവേട്ട സിനിമ റിലീസാകും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.